പട്ടാമ്പി എവിടെ വന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത്. പഠനകാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ്. ഫ്രണ്ട്ലി ടീച്ചേഴ്സാണ്, ഫ്രണ്ട്ലി മാനേജ്മെൻ്റ് ആണ്. പാരൻസിനെ കുട്ടികളെ സേഫാക്കി പഠിപ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോളേജാണ്. മുസ്ലിം സമൂഹം ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. രാവിലെ ബലിപെരുന്നാൾ നമസ്കാരത്തിന് ഈദ്ഗാഹുകളിലും പള്ളികളിലും വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പട്ടാമ്പി മേഖലയിലും പള്ളികളിലും നിരവധി വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിനെത്തി. ഇബ്രാഹിം നബിയുടെയും പുത്രൻ ഇസ്മയിലിന്റെയും ത്യാഗസ്മരണയുടെ ഓർമ്മകൾ പുതുക്കിയാണ് മുസ്ലിം വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നലെയായിരുന്നു പെരുന്നാൾ ആഘോഷം. പരസ്പര സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ബലിപെരുന്നാൾ പകർന്നു നൽകുന്നത്. ബലിപെരുന്നാൾ ദിനത്തോടനുബന്ധിച്ച് രാവിലെ പട്ടാമ്പി മേഖലയിലെ ഈദ്ഗാഹുകളിലും പള്ളികളിലും വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പട്ടാമ്പി വലിയ ജുമാ മസ്ജിദ് പള്ളിയിലും നിരവധി വിശ്വാസികളാണ് പെരുന്നാൾ നമസ്കാരത്തിനെത്തിയത്. പട്ടാമ്പി ടൗൺ സലഫി മസ്ജിദിന്റെ നേതൃത്വത്തിലും പെരുന്നാൾ നമസ്കാരം സംഘടിപ്പിച്ചു. നിഷാന്ത് സലഫി നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കാളികളായി. വലിയ സംഭാവനകൾ അർപ്പിച്ച മഹാനായ ഒരു പണ്ഡിതനായിരുന്നു. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന ഏറെക്കുറെ എല്ലാ ജാമിയകളുടെയും ജാമിഅ നദവിയ സലഫിയ മദീനത്തുൽ ഉലൂം പോലെയുള്ള അറബി കോളേജുകളുടെയും പ്രിൻസിപ്പളായി അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു അക്കാഡമീഷ്യനായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വന്നപ്പോ അതിന്റെ ഒന്നാമത്തെ ഓറിയന്റൽ ഭാഷകളുടെ ഡീനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ സ്മരണികയിൽ പിൽക്കാലത്ത് ജീവിച്ച അദ്ദേഹത്തെ അറിയുന്ന ഒരു മനുഷ്യൻ, ഒരു പണ്ഡിതൻ എഴുതുന്ന ഒരു വാചകമുണ്ട്. അദ്ദേഹം തന്റെ ജീവിതം സമുദായത്തിന് നൽകി. എത്രയെന്നറിയാമോ? അദ്ദേഹത്തിന്റെ വെള്ളിയാഴ്ചകളും അദ്ദേഹത്തിന്റെ പെരുന്നാൾ ദിവസങ്ങൾ പോലും സമുദായം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് അപഹരിച്ചെടുത്തു എന്നാണ്. നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെ തേടി ജീവിക്കുകയാണ്, നമ്മുടെ ആസ്വാദനങ്ങൾ അന്വേഷിച്ച് ജീവിക്കുകയാണ്, നമ്മുടെ ഇച്ഛകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ജീവിതത്തിലെ മിക്കവാറും ആളുകളുടെ എല്ലാ ജീവിതത്തിലെ സർക്കസുകളെയും ഇതിനു വേണ്ടിയാണ്. ആസ്വദിക്കണം, സന്തോഷിക്കണം, ആഘോഷിക്കണം, എല്ലാം ഉത്സവമാക്കണം, എല്ലാം കളറാകണം. പട്ടാമ്പി MA സ്കൂൾ ഗ്രൗണ്ടിൽ ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പെരുന്നാൾ നമസ്കാരം ഒരുക്കിയത്. രാവിലെ 7:15 നമസ്കാരം ആരംഭിച്ചു. ഡോക്ടർ P അബ്ദുൽ സലഫി നമസ്കാരത്തിന് നേതൃത്വം നൽകി. ആഹ്ലാദകർമ്മം നമ്മോട് വിളിച്ചു പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മനുഷ്യരെല്ലാവരും സഹോദരന്മാരാണ് എന്നുള്ള ഏറ്റവും അതിമഹത്തായ ഒരു സമത്വത്തിന്റെ സന്ദേശമാണ് ഹജ്ജ് നമ്മോട് വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സാഹോദര്യത്തിന്റെ മറ്റൊരു സന്ദേശമാണ് ഹജ്ജ് നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ കൂടിയ ആളുകളിൽ വിവിധ ഭാഷ സംസാരിക്കുന്നവരുണ്ട്, വ്യത്യസ്ത ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, വിവിധ നിറക്കാരുണ്ട്, പണക്കാരുണ്ട്, രാജാക്കന്മാരുണ്ട്, പട്ടിണിപ്പാവങ്ങളും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഒരേ വസ്ത്രം, ഒരേ സ്വരം, ഒരേ ശബ്ദം, എല്ലാം ഒന്നായി തീരുന്ന, ആർക്കും എന്തിന്റെയും ആധികാരികമോ ഉയർച്ചയോ താഴ്ചയോ ഇല്ലാതെ ഒന്നിച്ചു നിൽക്കുന്ന ആ സാഹോദര്യത്തിന്റെ വിളംബരമാണ് ഹജ്ജ് നമ്മോട് വിളിച്ചു പറയുന്നത്. ഈ ഹജ്ജിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ കർമ്മങ്ങൾ നടക്കുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും പട്ടാമ്പിക്കൊപ്പം തൃത്താല മേഖലയിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും നിരവധി വിശ്വാസികളാണ് പെരുന്നാൾ നമസ്കാരത്തിനെത്തിയത്.